ഹായ്, ഞാൻ ഡോക്ടർ അന്ന, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡോക്ടർ വെൽക്കെ ഫിസിയോതെറാപ്പി സെൻറ്റർ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബാക്ക് പെയിനെ പറ്റിയിട്ടാണ്. ബാക്ക് പെയിൻ പലപ്പോഴും രോഗം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് കൊണ്ടും ബാക്ക് പെയിൻ ഉണ്ടാവാം. ബാക്ക് പെയിൻ ഉണ്ടാക്കുന്ന 5 മിസ്റ്റേക്കിനെ പറ്റി നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റോങ് ആയിട്ടുള്ള സീറ്റിംഗ് പോസ്ചറാണ്. അതായത് നമ്മൾ കൂനിയിരിക്കുക, നമ്മൾ ഫോണും മൊബൈലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നടുവൊക്കെ മടക്കി കൂനിയിരിക്കുന്നത്, അതൊക്കെ ഒഴിവാക്കണം. എപ്പോഴും നടു കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം ഇരിക്കുന്നത്. പോയിന്റ് എന്ന് പറയുമ്പോൾ ലോങ് സിറ്റിംഗ് പോസ്ചറാണ്. ദീർഘനേരം നമ്മൾ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ബാക്ക് മസിൽ സ്റ്റിഫ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 30 മുതൽ 40 മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് എണീറ്റ് നടക്കേണ്ടതാണ്. തേർഡ് മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ റോങ് ആയിട്ടുള്ള ലിഫ്റ്റിംഗ് പോസ്ചറാണ്. അതായത് നമ്മൾ എപ്പോഴും ഭാരമേറിയ വസ്തുക്കൾ എടുക്കുമ്പോൾ നമ്മുടെ മുട്ട് മടക്കി ബെൻഡ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മുടെ നടു വളഞ്ഞിട്ട് ഒരു ഭാരമേറിയ വസ്തുവിനെ ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഇനാക്റ്റീവ് ലൈഫ് സ്റ്റൈലാണ്. അതായത് നമ്മൾ എക്സസൈസ് ഡെയിലി ഒരു എക്സസൈസും ചെയ്യാതെ ഇനാക്റ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മളെ മസിൽസ് എന്ത് ചെയ്യും, വീക്കാവും. അങ്ങനെ ബാക്ക് പെയിൻ ഉണ്ടാവാം. അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ വേദന വരുമ്പോൾ എപ്പോഴും പെയിൻ കില്ലർ യൂസ് ചെയ്യണവരാണ്. അപ്പോൾ പെയിൻ റിപ്പീറ്റായിട്ട് വന്നാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ കില്ലർ യൂസ് ചെയ്യാതെ ചിലപ്പോൾ അത് മസിലിൻ്റെ വീക്ക്നെസ് ആവാം, അല്ലെങ്കിൽ മസിൽ സ്റ്റിഫായിട്ടുള്ളതായിരിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ബാക്ക് പെയിൻ ഒഴിവാക്കാൻ നമുക്ക് ഈ തെറ്റുകൾ മാറ്റിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.